പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അസിസ്റ്റന്റ് ഓഫ്സെറ്റ് പ്രിന്റിംഗ് ഓപ്പറേറ്റർ കോഴ്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ന്യൂസ് പേപ്പർ വായിക്കുന്നവരല്ലേ നമ്മളെല്ലാവരും? രാവിലെ തന്നെ വീടുകളിൽ ന്യൂസ് പേപ്പർ എത്തുമ്പോൾ ആദ്യം തന്നെ എടുത്ത് വായിക്കുവാൻ എല്ലാവർക്കും എന്തൊരു താല്പര്യമാണ്. വാർത്തകൾ വായിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ടോ, ഈ പേപ്പറിൽ എങ്ങനെയാവും വാർത്തകൾ അച്ചടിച്ചിട്ടുണ്ടാവുക എന്ന്? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇങ്ങനെ ന്യൂസ് പേപ്പറും മറ്റുമൊക്കെ പ്രിന്റ് ചെയ്യുന്ന വെബ് ഓഫ്സെറ്റ് പ്രസ്സുകളെ കുറിച്ചാണ്. പ്രിന്റിങ്ങിന് ഉപയോഗിക്കുന്ന പേപ്പറിന്റെ രൂപത്തെ അടിസ്ഥാനമാക്കി പ്രസ്സിനെ വെബ് ഓഫ്സെറ്റ് എന്നും ഷീറ്റ് ഫെഡ് ഓഫ്സെറ്റ് എന്നും രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ഒരു ഓഫ്സെറ്റ് പ്രസ്സിലൂടെ തുടർച്ചയായി ഒരു പേപ്പർ റോൾ കടത്തിവിട്ടുകൊണ്ടുള്ള പ്രിന്റിംഗ് രീതിയാണ് നടക്കുന്നതെങ്കിൽ അത്തരം പ്രസ്സുകളെ വെബ് ഓഫ്സെറ്റ് പ്രസ്സുകൾ എന്ന് വിളിക്കുന്നു. ഷീറ്റ് ഫെഡ് ഓഫ്സെറ്റ് പ്രസ്സുകളിൽ മുൻകൂട്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഷീറ്റുകളാക്കിയ പേപ്പറാണ് ഉപയോഗിക്കുന്നത്. താരതമ്യേന കുറഞ്ഞ ചിലവിൽ വളരെ വേഗത്തിൽ വളരെയധികം കോപ്പികൾ വെബ് ഓഫ്സെറ്റ് മെഷീനിലൂടെ പ്രിന്റ് ചെയ്യാൻ സാധിക്കും. അച്ചടിച്ച പേപ്പറിനെ മടക്കി ഷീറ്റുകളാക്കുന്നതിനും പേപ്പറിനെ മുറിച്ച് വെവ്വേറെയാക്കുന്നതിനും പെർഫോറേഷൻ, നമ്പറിംഗ് തുടങ്ങിയ ഫിനിഷിംഗ് പ്രവർത്തനങ്ങൾ ഇൻലൈനായി അഥവാ പ്രിന്റിങ്ങിന്റെ തുടർച്ചയായി ചെയ്യാമെന്നത് വെബ് ഓഫ്സെറ്റ് പ്രസ്സിന്റെ മറ്റൊരു സവിശേഷതയാണ്. മാഗസിൻസ്, ന്യൂസ് പേപ്പർ, കാറ്റലോഗ്സ്, ബ്രോഷർ പോലുള്ള കൂടുതൽ കോപ്പികൾ പ്രിന്റ് ചെയ്യുന്ന പ്രസിദ്ധീകരണങ്ങളാണ് കൂടുതലായും വെബ് ഓഫ്സെറ്റ് മെഷീനിൽ പ്രിന്റ് ചെയ്യുന്നത്. രൂപകൽപ്പനയെ അടിസ്ഥാനമാക്കി വെബ് ഓഫ്സെറ്റ് പ്രസ്സിനെ പെർഫെക്റ്റിംഗ് അഥവാ ബ്ലാങ്കറ്റ് ടു ബ്ലാങ്കറ്റ് പ്രസ്, ഇൻലൈൻ പ്രസ്, സ്റ്റാക്ക് അഥവാ ടവർ പ്രസ്, കോമൺ ഇംപ്രഷൻ സിലിണ്ടർ പ്രസ് ഇങ്ങനെ 4ആയി തരംതിരിച്ചിരിക്കുന്നു. എങ്ങനെയാണ് ഓഫ്സെറ്റ് പ്രസ്സിൽ പ്രിന്റിംഗ് നടക്കുന്നതെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു ഓഫ്സെറ്റ് മെഷീനിൽ സാധാരണയായി പ്ലേറ്റ്, ബ്ലാങ്കറ്റ്, ഇംപ്രഷൻ എന്നീ 3 സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നു. നമ്മൾ പ്രിന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വാചകങ്ങളും ചിത്രങ്ങളും ആദ്യം പ്ലേറ്റ് എന്നറിയപ്പെടുന്ന ഇമേജ് കാരിയറിലേക്ക് നൽകുന്നു. അതിനുശേഷം പ്ലേറ്റിലെ ഈ ഇമേജിനെ ഒരു റബ്ബർ ബ്ലാങ്കറ്റിലേക്ക് മാറ്റുന്നു. ബ്ലാങ്കറ്റിലെ തലതിരിഞ്ഞ ഇമേജിനെ ശരിയായ രീതിയിൽ പേപ്പറിൽ വരുത്തണമെങ്കിൽ പേപ്പറിന്റെ താഴെവശത്തു നിന്നും മർദ്ദം കൊടുക്കണം. ഈ മർദ്ദം കൊടുക്കുന്നതിനായി പേപ്പറിന്റെ താഴെ ഇംപ്രഷൻ സിലിണ്ടർ ഉപയോഗിക്കുന്നു. ഇങ്കിങ് സിസ്റ്റം, ഡാമ്പനിങ് സിസ്റ്റം എന്നിവയും ഈ ഇമേജിംഗ് പ്രക്രിയയിലെ പ്രധാന ഭാഗങ്ങളാണ്. ഇതെല്ലാം നമ്മൾ മുൻ ക്ലാസ്സുകളിലൂടെ പഠിച്ച കാര്യങ്ങളാണ്. ഇനി ഈ 4 വെബ് ഓഫ്സെറ്റ് പ്രസ് ഡിസൈനിലും മേൽപ്പറഞ്ഞ ഭാഗങ്ങളിൽ ചില വ്യത്യാസങ്ങൾ വരുത്തിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓരോ ഡിസൈനും നമുക്ക് നോക്കാം. ബ്ലാങ്കറ്റ് ടു ബ്ലാങ്കറ്റ് പ്രസ്. പേപ്പറിന്റെ ഇരുവശത്തും ഒരേ സമയം അച്ചടിക്കാൻ കഴിവുള്ള പ്രസ്സുകളെ ബ്ലാങ്കറ്റ് ടു ബ്ലാങ്കറ്റ് അഥവാ പെർഫെക്റ്റിംഗ് പ്രസ് എന്ന് വിളിക്കുന്നു. ഇത്തരം പ്രസ്സുകളിൽ ഇംപ്രഷൻ സിലിണ്ടർ ഉണ്ടാവില്ല. പകരം മറ്റൊരു ബ്ലാങ്കറ്റ് സിലിണ്ടർ ഉപയോഗിച്ച് പേപ്പറിന് താഴെ നിന്നും പ്രഷർ നൽകുന്നു. പബ്ലിഷിംഗ് ഇൻഡസ്ട്രികളിലാണ് ഈ ഡിസൈൻ കൂടുതലായും കാണപ്പെടുന്നത്. ചിത്രത്തിൽ നോക്കിയാൽ കാണാം, ബ്ലാങ്കറ്റ് ടു ബ്ലാങ്കറ്റ് പ്രസ്സുകളിൽ 2 വീതം പ്ലേറ്റ് സിലിണ്ടർ, ബ്ലാങ്കറ്റ് സിലിണ്ടർ, ഇങ്കിങ് യൂണിറ്റ്, ഡാമ്പനിങ് യൂണിറ്റ് എന്നിവ കാണപ്പെടുന്നു. അതായത് പേപ്പറിന്റെ മുകൾ ഭാഗത്ത് ഒരു യൂണിറ്റ്, താഴെ ഭാഗത്ത് മറ്റൊരു യൂണിറ്റ്. ഈ ബ്ലാങ്കറ്റ് സിലിണ്ടറുകൾക്കിടയിലൂടെ പേപ്പർ കടന്നുപോകുന്നു. ഇവിടെ ഇംപ്രഷൻ സിലിണ്ടർ ഉണ്ടാവില്ല. പകരം ബ്ലാങ്കറ്റ് സിലിണ്ടർ തന്നെ ബ്ലാങ്കറ്റ് സിലിണ്ടറായും ഇംപ്രഷൻ സിലിണ്ടറായും പ്രവർത്തിക്കുന്നു. അതായത് ആദ്യത്തെ യൂണിറ്റിലെ ബ്ലാങ്കറ്റ് സിലിണ്ടറിലെ ഇമേജ് പേപ്പറിൽ പതിക്കുന്നതിനാവശ്യമായ പ്രഷർ താഴത്തെ യൂണിറ്റിലെ ബ്ലാങ്കറ്റ് സിലിണ്ടർ നൽകുന്നു. ഇതുപോലെ താഴത്തെ യൂണിറ്റിന്റെ ഇംപ്രഷൻ സിലിണ്ടറായി മുകളിലത്തെ ബ്ലാങ്കറ്റ് സിലിണ്ടർ പ്രവർത്തിക്കുന്നു. ഇൻലൈൻ പ്രസ്. ഇൻലൈൻ പ്രസ്സിന്റെ ഓരോ പ്രിന്റിംഗ് യൂണിറ്റിലും അതിൻ്റെതായ ഒരു പ്ലേറ്റ് സിലിണ്ടർ, ബ്ലാങ്കറ്റ് സിലിണ്ടർ,
ഇംപ്രഷൻ സിലിണ്ടർ, ഇങ്കിങ് സിസ്റ്റം, ഡാമ്പനിങ് സിസ്റ്റം എന്നിവയുണ്ട്. ഇതിനെ ഒരു പ്രിന്റിംഗ് കപ്പിൾ എന്ന് വിളിക്കുന്നു. ഇങ്ങനെ ഒന്നിലധികം പ്രിന്റിംഗ് യൂണിറ്റുകൾ ഇൻലൈനായി ഘടിപ്പിച്ചിരിക്കുന്നതാണ് ഇൻലൈൻ പ്രസ്സുകൾ. ഓരോ യൂണിറ്റും പേപ്പറിന്റെ ഒരു വശത്ത് ഒരു നിറം പ്രിന്റ് ചെയ്യുന്നു. വിപരീത വശത്ത് പ്രിന്റ് ചെയ്യാൻ പേപ്പർ വെബിനെ 180 ഡിഗ്രിയിൽ പ്രിന്റിംഗ് യൂണിറ്റുകൾക്കിടയിലൂടെ തിരിക്കണം. 45 ഡിഗ്രി കോണിൽ തിരശ്ചീനമായി സ്ഥാപിച്ചിരിക്കുന്ന ടേണർ ബാറുകൾ അഥവാ ആംഗിൾ ബാർ എന്നറിയപ്പെടുന്ന മെറ്റൽ ബാറുകൾ ഉപയോഗിച്ചാണ് ഇങ്ങനെ പേപ്പറിനെ തിരിക്കുന്നത്. ടേണർ ബാറുകൾ പ്രിന്റിംഗ് പ്രസിന്റെ ഫീഡ് ദിശയിൽ ചലിക്കുന്ന വെബിനെ റിവേഴ്സ് സൈഡിൽ പ്രിന്റ് ചെയ്യാൻ സഹായിക്കുന്നു. സ്റ്റാക്ക് അഥവാ ടവർ പ്രസ്. ഒരു പെർഫെക്റ്റിംഗ് പ്രസ്സിലെ പ്രിന്റിംഗ് യൂണിറ്റിലെ സിലിണ്ടറുകൾ ഒന്നിനു മുകളിൽ ഒന്നായി വെർട്ടിക്കൽ രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്ന ഡിസൈനാണ് ഇത്തരം പ്രസ്സുകളിൽ കാണപ്പെടുന്നത്. ഇംപ്രഷൻ സിലിണ്ടർ ഉണ്ടാവില്ല. പേപ്പറിന്റെ ഇരുവശവും അച്ചടിക്കാൻ ഇതിലൂടെ സാധിക്കും. പേപ്പർ വെബ് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ബ്ലാങ്കറ്റുകൾക്കിടയിലൂടെ നീങ്ങുന്നു. ഓരോ യൂണിറ്റിലുമുള്ള പ്ലേറ്റ് സിലിണ്ടർ, ബ്ലാങ്കറ്റ് സിലിണ്ടർ, ഇങ്കിങ് സിസ്റ്റം, ഡാമ്പനിങ് സിസ്റ്റം എന്നിവ മുകളിലും താഴെയുമായി ക്രമീകരിച്ചിരിക്കുന്നു. ആർച്ച് ആകൃതിയിലുള്ള പ്രിന്റിംഗ് യൂണിറ്റ് ഒന്നിനു മുകളിൽ ഒന്നായി ക്രമീകരിച്ചിരിക്കുന്നത് ടവറിനോട് സാദൃശ്യമുള്ളതിനാൽ ഇത് ടവർ പ്രസ് എന്നും അറിയപ്പെടുന്നു. വെർട്ടിക്കൽ ബ്ലാങ്കറ്റ് ടു ബ്ലാങ്കറ്റ് പ്രസ് എന്നും ഇവ അറിയപ്പെടുന്നു. ചിത്രത്തിൽ നോക്കിയാൽ സിലിണ്ടറുകൾ ഒന്നിനു മുകളിലായി വെർട്ടിക്കൽ രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നത് കാണാം. കോമൺ ഇംപ്രഷൻ സിലിണ്ടർ പ്രസ്. ഒരു വലിയ ഡയമീറ്റർ അഥവാ വ്യാസമുള്ള ഇംപ്രഷൻ സിലിണ്ടറിന് ചുറ്റുമായി നിരവധി പ്ലേറ്റ് സിലിണ്ടറുകളും ബ്ലാങ്കറ്റ് സിലിണ്ടറുകളും ക്രമീകരിച്ചിരിക്കുന്ന പ്രസ്സുകളാണ് കോമൺ ഇംപ്രഷൻ സിലിണ്ടർ പ്രസ് എന്നറിയപ്പെടുന്നത്. 2 മുതൽ 8 വരെ യൂണിറ്റുകൾ ഇത്തരത്തിൽ ക്രമീകരിക്കാമെങ്കിലും സാധാരണയായി 4 യൂണിറ്റുകൾ ഉള്ളതാണ് കണ്ടുവരുന്നത്. മധ്യഭാഗത്തുള്ള പൊതുവായ വലിയ ഇംപ്രഷൻ സിലിണ്ടറിനെ ചുറ്റി പേപ്പർ സഞ്ചരിക്കുന്നതുകൊണ്ട് മികച്ച രജിസ്ട്രേഷൻ സാധ്യമാണ്. സാറ്റലൈറ്റുകളെ പോലെ മറ്റ് യൂണിറ്റിനെ ചുറ്റി സഞ്ചരിക്കുന്നതുകൊണ്ട് സാറ്റലൈറ്റ് പ്രസ്സുകൾ എന്നും ഇവ അറിയപ്പെടുന്നു. വെബ് ഓപ്പറേഷൻ. ഒരു വെബ് ഓഫ്സെറ്റ് പ്രസ്സിലെ പ്രവർത്തനങ്ങളെ ചുരുങ്ങിയ രൂപത്തിൽ ഒന്ന് പറയാം. റോൾ സ്റ്റാൻഡിൽ ഉറപ്പിച്ചിരിക്കുന്ന വലിയ പേപ്പർ റോളുകളായാണ് പ്രസ്സിലേക്ക് പേപ്പർ നൽകുന്നത്. പേപ്പർ റോളിനെ ഉറപ്പിച്ചിരിക്കുന്ന സ്റ്റാൻഡാണ് റോൾ സ്റ്റാൻഡ്. പേപ്പറിനെ ഫെസ്റ്റൂണുകൾ ഉപയോഗിച്ച് അഴിച്ചെടുക്കുന്നു. പേപ്പറിനെ വലിച്ചു കൊണ്ടുപോകുന്ന സമയത്തെ വലിവ് അഥവാ ടെൻഷൻ നിയന്ത്രിക്കാനുള്ള സംവിധാനവും ഓഫ്സെറ്റ് പ്രസ്സിലുണ്ട്. പ്രിന്റിംഗ് യൂണിറ്റിലൂടെ കടന്നുപോകുന്ന പേപ്പർ പ്രിന്റിനെ സ്വീകരിക്കുകയും ഹീറ്റിംഗ് ചേമ്പറിലൂടെ കടന്നു പോകുമ്പോൾ ഇങ്ക് ഡ്രൈ ആയി പേപ്പറിൽ സെറ്റ് ആവുകയും ചെയ്യുന്നു. ഇതിനെ പിന്നീട് ഒരു കൂളിംഗ് യൂണിറ്റിലൂടെ കടത്തിവിടുന്നു. പേപ്പറിന്റെ ഉപരിതലത്തിൽ വന്ന മാറ്റങ്ങളെ നീക്കി പേപ്പറിനെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുപോകാൻ കൂളിംഗ് യൂണിറ്റ് സഹായിക്കുന്നു. ഇനി ഈ വെബ് ഓഫ്സെറ്റ് പ്രസ്സിലെ മേൽപ്പറഞ്ഞ പ്രവർത്തനങ്ങൾ ഓരോന്നായി മനസ്സിലാക്കാം. സ്പ്ലൈസർ. സാധാരണയായി വെബ് ഓഫ്സെറ്റ് മെഷീനിൽ ഒരു റീൽ തീർന്നു കഴിഞ്ഞാൽ ആ മെഷീൻ നിർത്തിയതിന് ശേഷം പുതിയ റീൽ അറ്റാച്ച് ചെയ്തിട്ടാണ് പ്രിന്റ് ചെയ്യുന്നത്. ഓരോ പ്രാവശ്യവും വെബ് സ്റ്റോപ്പ് ചെയ്ത് വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് വരുമ്പോൾ ഒരു നിശ്ചിത എണ്ണം കോപ്പികൾ വേസ്റ്റ് ആവുന്നു. ഇങ്ങനെയുണ്ടാവുന്ന വേസ്റ്റേജും മെഷീൻ ഡൗൺ ടൈമും ഒഴിവാക്കാനായി കൊണ്ടുവന്ന ഒരു രീതിയാണ് സ്പ്ലൈസിംഗ്. വെബ് ഓഫ്സെറ്റ് പ്രിന്റിംഗ് പ്രസ്സിൽ പ്രിന്റിംഗ് പ്രോസസ് തടസ്സപ്പെടുത്താതെ പുതിയ റീലിനെ കൊടുക്കുന്ന രീതിയാണ് സ്പ്ലൈസിംഗ്. അതായത് റണ്ണിങ്ങിലുള്ള റീല് തീരുന്ന സമയത്ത് മെഷീൻ നിർത്താതെ പുതിയ റീലിനെ മെഷീനിൽ ലോഡ് ചെയ്യുന്നു. ഇവിടെ ഡബിൾ സൈഡഡ് ടേപ്പ് ഉപയോഗിച്ച് പേപ്പർ റീലുകളെ തമ്മിൽ ഒട്ടിക്കുന്നു. 2 തരം സ്പ്ലൈസിംഗ് രീതികളുണ്ട്. 0 സ്പീഡ് സ്പ്ലൈസിങ്ങും ഫ്ലൈയിങ് സ്പ്ലൈസറും.
സീറോ സ്പീഡ് സ്പ്ലൈസർ എന്താണെന്ന് നോക്കാം. ഒരു ചെറിയ സമയത്തേക്ക് നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന റീലും പുതിയതായി അറ്റാച്ച് ചെയ്യാൻ പോകുന്ന റീലും സ്റ്റാറ്റിക് കണ്ടീഷനിൽ വെക്കുന്നു. ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് ആണ് സ്റ്റാറ്റിക് കണ്ടീഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് വളരെ ചെറിയൊരു സമയം. അതായത് രണ്ട് റീലും അല്പസമയത്തേക്ക് സ്റ്റാറ്റിക്കായി നിർത്തുന്നു. ഇവിടെ ഫെസ്റ്റൂൺ എന്ന സംവിധാനം ഉപയോഗിക്കുന്നു. ഫെസ്റ്റൂൺ എന്ന് പറയുന്നത് റീലിനെ താൽക്കാലികമായി സ്റ്റോർ ചെയ്ത് വയ്ക്കുന്ന രീതിയാണ്. റീലിൽ നിന്നും റിലീസായി വരുന്ന പേപ്പറിനെ ഒരു മാല പോലെ നിർത്തുവാൻ വെബ് ഓഫ്സെറ്റ് പ്രസ്സിലെ ഫെസ്റ്റൂണിലൂടെ സാധിക്കും. റോളുകൾ സ്റ്റോപ്പ് ആവുന്ന സമയത്ത് വെബ് ഓപ്പറേഷൻ ആവശ്യമായ പേപ്പർ ഈ ഫെസ്റ്റൂണിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ആ സമയത്തേക്ക് തീർന്ന റീലിനെ കട്ട് ചെയ്ത് പുതിയ റീലിനെ ഡബിൾ സൈഡഡ് ടേപ്പ് ഉപയോഗിച്ച് ഒട്ടിക്കുന്നു. റണ്ണിങ്ങിനിടയിൽ കുറച്ച് സമയത്തേക്ക് വെബ് ഓഫ്സെറ്റ് മെഷീന്റെ സ്പീഡ് കുറയ്ക്കുന്നതുകൊണ്ട് ഇത് സീറോ സ്പീഡ് സ്പ്ലൈസിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്നു. റീൽ സ്റ്റാൻഡിന്റെ കൂടെ ഫെസ്റ്റൂൺ എന്ന സംവിധാനം കൂടെ വരുന്നതുകൊണ്ട് ഇതിന് കൂടുതൽ സ്പേസ് ആവശ്യമാണ്. ഫ്ലൈയിങ് പേസ്റ്റേഴ്സ്. റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ സ്പീഡിൽ തന്നെ പേപ്പർ റോളുകൾ കൂട്ടിച്ചേർക്കുന്നത് കൊണ്ടാണ് ഇത് ഫ്ലൈയിങ് സ്പീഡ് സ്പ്ലൈസർ എന്നറിയപ്പെടുന്നത്. രണ്ട് റീലുകൾ ഹോൾഡ് ചെയ്യാവുന്നതോ 3 റീലുകൾ ഹോൾഡ് ചെയ്യാവുന്നതോ ആയ റീൽ സ്റ്റാൻഡ് ആയിരിക്കും ഇവിടെ ഉപയോഗിക്കുന്നത്. ഒരു റീല് റൺ ചെയ്തുകൊണ്ടിരിക്കെ രണ്ടാമത്തെ റീലിനെ ലോഡ് ചെയ്യുന്നു. റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന റീല് തീരാറാകുന്ന സമയത്ത് അതിന്റെ സ്ഥാനത്തേക്ക് പതിയെ പുതിയ റീലിനെ കൊണ്ടുവരുന്നു. ബെൽറ്റ് ഡ്രൈവ് മെക്കാനിസം ഉപയോഗിച്ച് ഇതിനെ റൊട്ടേറ്റ് ചെയ്ത് റണ്ണിംഗ് സ്പീഡിലേക്ക് കൊണ്ടുവരുന്നു. ആ സമയത്ത് ഒരു നൈഫ് ഉപയോഗിച്ച് ഇതിനെ കട്ട് ചെയ്യുകയും റണ്ണിംഗ് സ്പീഡിൽ തന്നെ ഒരു ഡബിൾ സൈഡഡ് ടേപ്പ് ഉപയോഗിച്ച് പേസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന രീതിയാണ് ഫ്ലൈയിങ് പേസ്റ്റ് എന്നറിയപ്പെടുന്നത്. പുതിയ റീലിന്റെ മുകളിൽ ഡബിൾ സൈഡഡ് ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ടാവും. അത് റണ്ണിങ്ങിലുള്ള റീല് തീരാറാവുന്ന സമയത്തേക്ക് ഒരുമിച്ച് അറ്റാച്ച് ചെയ്ത് മെഷീൻ സ്പീഡിലേക്ക് എത്തിക്കുന്നു. വെബ് ടെൻഷൻ കൺട്രോൾ. പ്രസ്സിലൂടെ കടന്നു പോകുന്ന പേപ്പർ വെബിന്റെ വലിവിനെയാണ് വെബ് ടെൻഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പേപ്പർ റോളിൽ നിന്നും പ്രസ്സിലേക്ക് കടക്കുന്ന പേപ്പറിന്റെ വലിവ് കൂടിപ്പോകാതെയും കുറഞ്ഞു പോകാതെയും നിലനിർത്തുന്നതിനുള്ള സംവിധാനമാണ് വെബ് ടെൻഷൻ കൺട്രോൾ. സ്പ്ലൈസിങ്ങിന്റെ സമയത്ത് അച്ചടി തടസ്സപ്പെടാതിരിക്കാൻ ഫെസ്റ്റൂൺ എന്ന സംവിധാനം പ്രവർത്തിക്കുന്നു. അകലം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ പറ്റുന്ന നിരവധി റോളറുകൾക്കിടയിലൂടെ ഈ സമയത്ത് പേപ്പർ കടന്നുപോകുന്നു. പേപ്പർ റോളിന്റെ കറക്കം നിൽക്കുന്ന സമയത്ത് ഈ റോളറുകളുടെ കറക്കം കുറയുകയും ഈ റോളറിൽ ചുറ്റിയിരിക്കുന്ന പേപ്പർ പ്രസ്സിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു. പുതിയ പേപ്പർ റോൾ പ്രസ് സ്പീഡിൽ എത്തുന്നതുവരെ പഴയ സ്പീഡിൽ തുടരാൻ ഫെസ്റ്റൂണുകൾ സഹായിക്കുന്നു. വെബ് ഓഫ്സെറ്റ് പ്രസ്സിന്റെ ഇൻഫീഡ് സെക്ഷനിൽ പ്രിന്റ് ചെയ്യേണ്ട സബ്സ്ട്രേറ്റിന്റെ പ്രസ്സിലേക്കുള്ള ഒഴുക്കിന്റെ വേഗതയെ നിയന്ത്രിക്കുന്ന റോളറാണ് ഡാൻസർ റോളർ. റോൾ സ്റ്റാൻഡിലെ ബ്രേക്കുമായി ഘടിപ്പിച്ചിരിക്കുന്നതിനാൽ ഡാൻസർ റോളറിന്റെ ചലനം വെബിന്റെ ഇൻഫീഡ് സ്പീഡ് കോൺസ്റ്റന്റ് ആയി നിലനിർത്താൻ സഹായിക്കുന്നു. സ്ലാക്ക് ഇല്ലാതെ പേപ്പറിനെ ഒരേ വലിവിൽ നിലനിർത്താൻ ടെൻഷൻ കൺട്രോൾ സംവിധാനം സഹായിക്കുന്നു. വെബ് ഓഫ്സെറ്റിലെ ടെൻഷൻ കൺട്രോൾ ചെയ്യുന്നതിന്റെ ഒരു ചിത്രമാണ് നൽകിയിരിക്കുന്നത്. ഇമേജ് അലൈൻമെന്റ് ആൻഡ് രജിസ്റ്റർ. രജിസ്ട്രേഷൻ കൃത്യമാക്കുന്നതിനും ഇമേജ് അലൈൻ ചെയ്യുന്നതിനുമായി വെബ് ഓഫ്സെറ്റ് മെഷീനിൽ സംവിധാനമുണ്ട്. പ്ലേറ്റ് സിലിണ്ടർ വിവിധ തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്തും പ്രിന്റിംഗ് യൂണിറ്റിനെ തന്നെ വിവിധ രീതിയിൽ മുന്നോട്ടോ പിന്നോട്ടോ നീക്കിയും രജിസ്ട്രേഷൻ കറക്റ്റാക്കാൻ സാധിക്കും. പ്രസ് റൺ ചെയ്യുന്ന സമയത്ത് തന്നെ വെബിന്റെ രണ്ട് വശങ്ങളിലുമുള്ള ഇമേജ് ക്വാളിറ്റിയും രജിസ്ട്രേഷനും ഓപ്പറേറ്ററിനെ പരിശോധിക്കുന്നതിനും വേണ്ട മാറ്റങ്ങൾ വരുത്തുന്നതിനും പ്രസ് കൺസോൾ വഴി
സാധിക്കും. വെബ് ബ്രേക്ക് ഡിറ്റക്ടേഴ്സ്. വളരെ വേഗത്തിൽ വളരെയധികം കോപ്പികൾ പ്രിന്റ് ചെയ്യുന്ന മെഷീനുകളാണ് വെബ് ഓഫ്സെറ്റ് പ്രിന്റിങ്ങിൽ ഉപയോഗിക്കുന്നത്. മെഷീനിലൂടെ വലിച്ചുകൊണ്ടുപോകുന്ന പേപ്പർ പല കാരണങ്ങളാൽ മുറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പേപ്പർ ഏതെങ്കിലും കാരണവശാൽ മുറിഞ്ഞുപോയാൽ മെഷീൻ നിർത്തി മുറിഞ്ഞ പേപ്പറിനെ മെഷീനിൽ നിന്ന് എടുത്തുമാറ്റി പ്രിന്റിംഗ് വീണ്ടും തുടരുമ്പോൾ ഒത്തിരിയധികം പേപ്പർ വേസ്റ്റായി പോകുന്നതിനും സമയം പാഴാവുന്നതിനും ഇടയാക്കും. ഇതൊഴിവാക്കാൻ വെബ് മുറിഞ്ഞാലുടനെ തന്നെ അത് കണ്ടെത്തി മെഷീനെ നിർത്തുന്ന സംവിധാനമാണ് വെബ് ബ്രേക്ക് ഡിറ്റക്ടർ. വെബ് ബ്രേക്ക് ആവുന്നതിനുള്ള മെയിൻ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പേപ്പറിലെ നനവ്, പേപ്പറിൻ്റെ എഡ്ജിലുള്ള കീറലുകൾ, ഫൈബർ കട്ടായത് മൂലം പേപ്പറിലുള്ള പൊട്ടലുകൾ, പേപ്പറിനെ വലിക്കുന്ന ടെൻഷൻ കൺട്രോൾ സംവിധാനത്തിലെ തകരാറുകൾ, അന്തരീക്ഷത്തിലെ ഈർപ്പം കൂടുതലാവുന്ന സമയത്ത് പേപ്പർ ഹൈഗ്രോസ്കോപ്പിക് നേച്ചർ ആയതിനാൽ അന്തരീക്ഷത്തിലെ ഈർപ്പത്തെ ആഗിരണം ചെയ്ത് കീറിപ്പോകുന്നത് തുടങ്ങിയവയാണ് ഓഫ്സെറ്റ് പ്രസ്സിൽ വെബ് ബ്രേക്ക് ആവുന്ന പ്രധാന കാരണങ്ങൾ. ഡ്രയർ ആൻഡ് ചിൽ റോളേഴ്സ്. വെബ് ഓഫ്സെറ്റ് മെഷീനിൽ ഹീറ്റ് സെറ്റിംഗും കോൾഡ് സെറ്റിംഗും കൂടുതലായി ഉപയോഗിക്കുന്നു. കോൾഡ് സെറ്റിംഗ് ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ ബാഷ്പീകരണം, ആഗിരണം എന്നീ പ്രക്രിയകളിലൂടെ ഉണങ്ങി പേപ്പറിൽ സെറ്റാകുന്നു. സാധാരണ ന്യൂസ് പേപ്പറുകളിൽ കോൾഡ് സെറ്റിംഗ് ഉപയോഗിച്ചുള്ള പ്രിന്റിംഗ് രീതിയാണ് നടക്കുന്നത്. ഇത് ചിലവ് കുറഞ്ഞ പ്രിന്റിങ്ങിന് സഹായിക്കുന്നു. ആധുനിക വെബ് ഓഫ്സെറ്റ് മെഷീനുകളിൽ ഹീറ്റ് സെറ്റിംഗ് ഉപയോഗിച്ചാണ് പ്രിന്റ് ചെയ്യുന്നത്. പ്രിന്റ് ചെയ്ത പേപ്പറിനെ ഒരു ഹീറ്റിംഗ് ചേംബറിലൂടെ കടത്തിവിട്ട് ഡ്രൈ ആക്കി പേപ്പറിൽ സെറ്റാക്കുന്നു. മാഗസിൻസ്, കാറ്റലോഗ്സ് തുടങ്ങി ഉയർന്ന നിലവാരം വേണ്ടുന്ന പ്രിന്റിംഗ് ഉൽപ്പന്നങ്ങളിൽ ഈ രീതി ഉപയോഗിക്കുന്നു. ഹീറ്റിംഗ് ചേംബറിലൂടെ കടന്നുപോകുന്നത് മൂലം വെബിന്റെ ഉപരിതലത്തിലും ഫൈബറിന്റെ ഘടനയിലും മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് പഠിച്ചിട്ടില്ലേ? ഈ മാറ്റങ്ങൾ ഒഴിവാക്കാൻ ഡ്രൈയിങ്ങിന് ശേഷം ഈ പേപ്പറിനെ ഒരു കൂളിംഗ് യൂണിറ്റിലൂടെ കടത്തിവിടുന്നു. ഈ യൂണിറ്റിലെ ചിൽഡ് സിലിണ്ടറുകൾക്കിടയിലൂടെ പേപ്പർ പോകുന്നതിന്റെ ഫലമായി പേപ്പർ വീണ്ടും പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നു. ഫിൽട്രേഷൻ സിസ്റ്റം ആൻഡ് ഡാമ്പനിങ് സിസ്റ്റം. പ്രിന്റിംഗ് നടക്കുന്ന സമയത്ത് വെബ് ഓഫ്സെറ്റ് പ്രസ് റൂമിന് ചുറ്റും അന്തരീക്ഷത്തിൽ മഷിത്തുള്ളികൾ തങ്ങി നിൽക്കുവാൻ സാധ്യതയുണ്ട്. ഈ പ്രശ്നം മറികടക്കുവാൻ പ്രസ് ഏരിയയിൽ ഫിൽട്രേഷൻ, വെന്റിലേഷൻ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നു. പ്രസ്സിലെ ഇലക്ട്രിക്കൽ ഗ്രൗണ്ടിങ്ങും എയർ കണ്ടീഷനിങ്ങും വായുവിലെ മഷിമൂടലിനെ കുറയ്ക്കാൻ സഹായിക്കുന്നു. മുൻ ക്ലാസ്സുകളിൽ നമ്മൾ വിവിധതരം ഡാമ്പനിങ് സിസ്റ്റത്തെക്കുറിച്ച് പഠിച്ചിട്ടില്ലേ? വെബ് ഓഫ്സെറ്റ് പ്രസ്സുകളിൽ സാധാരണയായി കൺവെൻഷണൽ ഡാമ്പനിങ് സിസ്റ്റമോ കണ്ടിന്യൂസ് ഡാമ്പനിങ് സിസ്റ്റമോ ആണ് ഉപയോഗിക്കുന്നത്. കുറച്ച് കോപ്പികൾ മാത്രം എടുക്കുന്ന വെബ് ഓഫ്സെറ്റ് പ്രസ്സുകളിൽ വാട്ടർലെസ് പ്രിന്റിംഗ് രീതിയും ഉപയോഗിക്കുന്നു. ഇൻലൈൻ ഫിനിഷിംഗ്. പ്രിന്റിങ്ങിന് ശേഷം തുടർച്ചയായി ഒരേ നിരയിൽ തന്നെ ഫിനിഷിംഗ് പ്രവർത്തനങ്ങൾ ചെയ്യാമെന്നത് വെബ് ഓഫ്സെറ്റിന്റെ പ്രത്യേകതയാണ്. വെബ് ഓഫ്സെറ്റിൽ കൂടുതലായും വരുന്ന ഫിനിഷിംഗ് ഓപ്പറേഷനുകളും ഡിവൈസുകളും ഓരോന്നായി നോക്കാം. കോമ്പിനേഷൻ ഫോൾഡിംഗ്. വെബ് ഓഫ്സെറ്റിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഫിനിഷിംഗ് ഓപ്പറേഷനാണ് ഫോൾഡിംഗ്. സാധാരണയായി ന്യൂസ് പേപ്പർ പ്രിന്റ് ചെയ്യുന്ന എല്ലാ മെഷീനുകളിലും ഫോർമർ ഫോൾഡർ, ജോ ഫോൾഡർ, ചോപ്പർ ഫോൾഡർ എന്നീ 3 ഫോൾഡറുകൾ ചേർന്ന കോമ്പിനേഷൻ ഫോൾഡിംഗ് ആണ് ഉപയോഗിക്കുന്നത്. ഇൻലൈൻ സ്റ്റിച്ചിങ്. ഇൻലൈൻ സ്റ്റിച്ചിങ് മെഷീനെ വെബ് ഓഫ്സെറ്റ് പ്രസ്സിൽ ആഡ് ചെയ്യാം. ഫോൾഡ് ചെയ്തു വരുന്ന സെക്ഷനെ ഗ്യാതറിംഗ്, കൊളേറ്റിംഗ് എന്നിവ ചെയ്തതിന് ശേഷം ഇൻലൈനായി സൈഡ് സ്റ്റിച്ചിങ്ങോ സെൻറ്റർ സ്റ്റിച്ചിങ്ങോ ആവശ്യാനുസരണം നൽകാൻ ഇതുവഴി സാധിക്കും. സിംഗിൾ നൈഫ് റോട്ടറി ട്രിമ്മർ ആൻഡ് ട്രീ നൈഫ് ട്രിമ്മർ. സ്റ്റിച്ച് ചെയ്ത പ്രൊഡക്റ്റിന്റെ ഫോർഎഡ്ജ്, ടെയിൽ, ഹെഡ് എന്നിവ കട്ട് ചെയ്യുന്നതിനോ ട്രിം ചെയ്യുന്നതിനോ ഇവ ഉപയോഗിക്കുന്നു. ഇതുവഴി ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ
പേപ്പറിൽ നിന്നും മുറിച്ചു മാറ്റാൻ സാധിക്കും. നമ്പറിംഗ് ടവർ, ലോട്ടറി, കൂപ്പൺ തുടങ്ങിയവ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതിൽ തുടർച്ചയായ ഒരു നമ്പർ ഉണ്ടാവില്ലേ? ഇങ്ങനെ തുടർച്ചയായി നമ്പർ നൽകുന്നതിനാണ് നമ്പറിംഗ് ടവർ ഉപയോഗിക്കുന്നത്. ഡിജിറ്റൽ പ്രിന്റിംഗ് സംവിധാനം ഉപയോഗിച്ചാണ് പേപ്പർ തുടർച്ചയായി നമ്പർ നൽകുന്നത്. വെബിൻ്റെ ഒരു വശത്ത് മാത്രമായോ ഇരുവശങ്ങളിലുമോ ഒരേ സമയം ഇതിലൂടെ നമ്പർ നൽകാൻ സാധിക്കും. പാറ്റേൺ പെർഫറേറ്റർ, നമ്മളുടെ വീടുകളിൽ ഏതെങ്കിലും കമ്മിറ്റിക്കാരൊക്കെ വന്ന് ധനശേഖരണാർത്ഥം കൂപ്പൺ നൽകുന്നത് കണ്ടിട്ടില്ലേ? അവരെന്താ ചെയ്യാറ്? ഒരു റെസീപ്റ്റിൻ്റെ ഒരു ഭാഗം മുറിച്ച് നമുക്ക് നൽകുന്നു. ഇങ്ങനെ കൂപ്പൺ, ബില്ല് എന്നിവയുടെ ഒരു സൈഡ് ഈസിയായി കീറിയെടുക്കുന്നതിനായി സ്കോറിംഗ്, സ്ലിറ്റിംഗ്, പെർഫറേഷൻ എന്നിവ ഇൻലൈനായി ചെയ്യാൻ പാറ്റേൺ പെർഫറേറ്റർ ഉപയോഗിക്കുന്നു. പാറ്റേൺ ഗ്ലൂവർ, എൻവലപ്പ്, റിട്ടേൺ പോസ്റ്റ് കാർഡ്, ഗെയിം കാർഡ് തുടങ്ങിയവയുടെ ട്രിം ഏരിയയിൽ പശ നൽകുന്ന സംവിധാനമാണ് പാറ്റേൺ ഗ്ലൂവർ. കോമ്പിനേഷൻ ഫോൾഡർ എന്താണെന്ന് നോക്കാം. വെബ് ഓഫ്സെറ്റ് മെഷീനിൽ കോമ്പിനേഷൻ ഫോൾഡിംഗ് സംവിധാനം ഉപയോഗിക്കുന്നു. ത്രികോണാകൃതിയിലുള്ള ഫോർമർ ബോർഡിൻ്റെ മുകളിലൂടെ പ്രിന്റ് ചെയ്ത പേപ്പറിനെ കടത്തിവിട്ട് പേപ്പറിനെ അതിൻ്റെ ദിശയിൽ തന്നെ മടക്കുന്ന രീതിയാണ് ഫോർമർ ഫോൾഡിംഗ്. ഫോർമർ ഫോൾഡറിനോടനുബന്ധിച്ച് ജോ ഫോൾഡർ സ്ഥിതി ചെയ്യുന്നു. ഫോർമർ ഫോൾഡിങ്ങിൽ പേപ്പറിന് സമാന്തരമായിട്ടും അതിനുശേഷം ഗൈഡ് റോളേഴ്സിലൂടെയും നിപ്പ് റോളേഴ്സിലൂടെയും പേപ്പർ കടന്നുപോയി ജോ സിലിണ്ടറിലേക്ക് എത്തുന്നു. ജോ സിലിണ്ടറിലുള്ള ഒരു സെറ്റ് ഓഫ് പിൻസ് ഈ പേപ്പറിനെ പിടിച്ച് ജോ സിലിണ്ടർ ഒരു ഫുൾ റൊട്ടേഷൻ എത്തുന്ന സമയത്ത് അതിനോടനുബന്ധിച്ചിട്ടുള്ള കട്ടിംഗ് സിലിണ്ടർ ഉപയോഗിച്ച് പേപ്പറിനെ കട്ട് ചെയ്യുന്നു. കട്ട് ചെയ്ത പേപ്പറിനെ ജോ സിലിണ്ടറിൻ്റെ ഉള്ളിൽ നിന്നും ഫോൾഡ് ചെയ്ത് സെൻറ്ററിൽ വെച്ച് ഒരു സെറ്റ് ഗ്രിപ്പർ അടങ്ങിയ സിലിണ്ടർ ഇതിനെ പിടിച്ചു വലിക്കുന്നു. ഇങ്ങനെ ഫോൾഡ് ചെയ്യുന്ന പേപ്പറിന് ഫോൾഡിംഗ് വരിക പേപ്പർ നെക്രോസ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. വീണ്ടും ഈ പേപ്പറിനെ മാഗസിൻ പോലുള്ള സൈസിലേക്ക് മടക്കണമെങ്കിൽ ഒരു ചോപ്പർ ഫോൾഡർ കൂടി കൂട്ടിച്ചേർക്കുന്നു. ചോപ്പർ ഫോൾഡർ ഒരു നൈഫ് ഫോൾഡിംഗ് രീതിയാണ്. അടുത്തതായി വെബ് ഓഫ്സെറ്റ് പ്രിന്റിംഗ് പേപ്പറിനെ കുറിച്ച് നോക്കാം. വെബ് ഓഫ്സെറ്റ് പ്രിന്റിങ്ങിനായി തുടർച്ചയായ റോളുകളായുള്ള പേപ്പറുകളാണ് ഉപയോഗിക്കുന്നത്. വൃത്തിയുള്ളതും ഭാരം, ഫിനിഷിംഗ്, ഈർപ്പം തുടങ്ങിയവ എല്ലാ ഭാഗത്തും തുല്യമായതുമായ പേപ്പറാണ് വെബ് ഓഫ്സെറ്റ് പ്രിന്റിങ്ങിന് ഉപയോഗിക്കേണ്ടത്. മഷിയെ ഒരേപോലെ വേഗത്തിൽ സ്വീകരിക്കാനുള്ള കഴിവ് പേപ്പറിനുണ്ടായിരിക്കണം. പേപ്പർ പെട്ടെന്ന് കീറിപ്പോകാൻ പാടില്ല. ചെറിയ മടക്കുകളോ കീറലുകളോ ഇല്ലാത്ത രീതിയിൽ നന്നായി പാക്ക് ചെയ്ത് വേണം ഇത്തരം പേപ്പർ റോളുകൾ സൂക്ഷിക്കേണ്ടത്. പ്രസ് കൺസോൾ, അതിവേഗത്തിൽ പ്രവർത്തിക്കുന്ന വെബ് ഓഫ്സെറ്റ് മെഷീൻ്റെ രജിസ്ട്രേഷൻ, ഇമേജ് ക്വാളിറ്റി, സൈറ്റിലെ അഡ്ജസ്റ്റ്മെൻറ്റ്, കളർ കൺസിസ്റ്റൻസി എന്നിവ കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ ഇലക്ട്രോണിക്കായി നിയന്ത്രിക്കുന്ന സംവിധാനമാണ് പ്രസ് കൺസോൾ. കൺസോളുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന സ്വിച്ചുകളെ അഡ്ജസ്റ്റ് ചെയ്ത് പ്രസ്സിലെ ഓരോ യൂണിറ്റിലേക്കും വേണ്ട അഡ്ജസ്റ്റ്മെൻറ്റുകൾ അവിടെ നിന്ന് തന്നെ വളരെ വേഗത്തിൽ മെഷീൻ പ്രവർത്തിക്കുമ്പോൾ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. കൺസോളുള്ള മെഷീനുകളിൽ ഓട്ടോമാറ്റിക് ഓപ്പറേഷൻ ആയതുമൂലം പേപ്പർ വേസ്റ്റേജ് കുറയ്ക്കുന്നതിനും വർക്കൊന്നും നടക്കാതെ പ്രസ് സ്റ്റോപ്പായി നിൽക്കുന്ന സമയം കുറയ്ക്കുന്നതിനും സാധിക്കും. ഇലക്ട്രോണിക് കൺട്രോൾ ആയതിനാൽ വർക്കേഴ്സിൻ്റെ എണ്ണം കുറയ്ക്കുന്നതിനും അതുവഴി പ്രോഫിറ്റും ക്വാളിറ്റിയും കൂട്ടുന്നതിനും പ്രസ് കൺസോൾ സഹായിക്കുന്നു. താങ്ക് യു.